ഹായ് ഫ്രണ്ട്സ്, ശ്രീജിസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ റെസിപ്പീസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട്. പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുറേ നാളിന് ശേഷമാണ് ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. ഇത് പുതിയതൊന്നുമല്ല, എങ്കിലും എല്ലാവർക്കും ഇഷ്ടമാകുന്നതും എളുപ്പമുള്ളതുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ചക്കക്കുരു കൊണ്ട് ഒരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി ഞാൻ ഇവിടെ 3/4 കപ്പ് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഒരു 20-25 ചക്കക്കുരു ഉണ്ടാവും. 2 വലിയ ഉണ്ട ശർക്കര ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് പച്ചരി, 4 ഏലക്കായ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും ഏലക്കയും ചക്കക്കുരുവും ചേർത്ത്, ഞാനിവിടെ പുഴുങ്ങിയ ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തൊലിയോടുകൂടി കുക്കറിൽ വേവിച്ചതിന് ശേഷം തൊലി മാറ്റിയെടുക്കാവുന്നതാണ്. ശർക്കര പാനിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റാക്കി എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് വേണം എടുക്കാനൊക്കെ ഉണ്ട്. നമ്മളുടെ മധുരം അനുസരിച്ച് നമ്മൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെയ്യുടെ അളവും നമ്മൾക്ക് നെയ്യ് എത്രത്തോളം വേണമെന്ന് നമ്മൾ ചെയ്യുന്നതിന് അനുസരിച്ച് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഒരു നല്ല കട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ട് എടുത്തു വച്ചിരിക്കുന്ന മിക്സ് ഞാൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നമ്മൾക്ക് ആദ്യം തന്നെ മിക്സ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മൾ ചേർത്ത ചക്കക്കുരു അരിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ആദ്യം തന്നെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇതിനകത്ത് ആകെയുള്ളൊരു പാടെന്ന് പറയുന്നത് ഈ ഒരു ഇളക്കിയെടുക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഇതിനകത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അല്ലാതെ എളുപ്പമുള്ള ഇൻഗ്രീഡിയൻസുകളാണ് നമ്മൾക്ക് എപ്പോഴും നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന. നമ്മൾക്ക് ചക്കക്കുരുവൊക്കെ സീസൺ അനുസരിച്ചിട്ട് ഉള്ളെങ്കിൽ പോലും നമ്മൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം നമ്മൾ ചേർത്ത നമ്മളിതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ശർക്കരപ്പാനിയാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് വറ്റി വരണം. നമ്മൾ ആദ്യം തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നതനുസരിച്ചിട്ട് നമ്മൾക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതനുസരിച്ചിട്ട് കുറുകുന്നു എന്ന് തോന്നിയാൽ നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നമ്മളുടെ പാത്രവും നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ കുറച്ചെണ്ണ മതിയാകും. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ ആവശ്യമായിട്ട് വരും. ഞാൻ ഇളക്കാനൊക്കെയുള്ള സൗകര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രം, പാവട്ടം വലുതായിട്ടുള്ളൊരു പാത്രം എടുത്തിരിക്കുന്നത്. നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഇളക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾക്ക് സ്പൂണിനകത്തൊക്കെ ഒട്ടി പാത്രത്തിൻ്റെ ചുവട്ടിലുമൊക്കെ നന്നായിട്ട് തന്നെ നമ്മളുടെ അലുവയുടെ കൂട്ട് പിടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. നമ്മൾക്ക് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നന്നായി പാത്രത്തിൽ നിന്ന് വിട്ട് വരണം, അതേപോലെ തന്നെ ചട്ടുകത്തിൽ നിന്നും വിട്ട് വരണം. ഇതിപ്പോൾ നമ്മൾ ചട്ടുകത്തിൽ ഇളക്കുന്നതനുസരിച്ചിട്ട് ചട്ടുകത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾക്ക് ഏകദേശം ഒരു 1 അവറിന് അടുപ്പിച്ചെങ്കിലും നമ്മൾക്കിത് ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് ഇത് കറക്റ്റ് ഒരു പാകമായിട്ട് വരുള്ളൂ. നമ്മൾക്ക് ചട്ടുകത്തിൽ പിടിക്കുന്നതനുസരിച്ചോ അടിയിൽ ഒട്ടുന്നതനുസരിച്ചിട്ടോ നമ്മൾക്ക് ഇതുപോലെ ഓയിൽ, നെയ്യ് നമുക്ക് ചേർത്ത്, നെയ്യ് തന്നെയാണ് രുചി. പിന്നെ നമ്മളുടെ ഹെൽത്ത് വൈസ് നമുക്ക് നോക്കിയിട്ട് കൂടുതൽ എന്താ പറയുക, കൊളസ്ട്രോളും കാര്യങ്ങളും ഒക്കെ കൂട്ടുന്നതിന് ഇത് ഒരുപാട് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നമ്മൾക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു ടേസ്റ്റുമാണ്, ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഹൽവ പാകമായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു മോൾഡിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിതിവിടെ ചെയ്തത് ശകലം ചൂടാറിയതിന് ശേഷമാണ്, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് മോൾഡിലേക്ക് മാറ്റിയത്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ഒരു ഷേപ്പിന് വന്നില്ല. അല്ലാതെ കണ്ട് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ചക്കക്കുരുവാണെന്നൊന്നും ആരും പറയില്ല. നമ്മളിത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആരും ചക്കക്കുരുവിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് പറയുകയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തതിന് ശേഷം
ഒരു മോൾഡിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ നിങ്ങൾക്ക് മാറ്റിയിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിതിവിടെ ചെയ്തതിന് ശേഷം ഒരു ½ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മോൾഡിൽ നിന്ന് വിടുവിച്ചെടുത്തത്. നിങ്ങൾക്ക് ഒരു ഓവർനൈറ്റ് ഒക്കെ വെച്ച് പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ½ കഴിഞ്ഞപ്പോൾ തന്നെ ഡിമോൾഡ് ചെയ്തതിന് ശേഷം ഹൽവ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തപ്പം നല്ല ഭംഗിയിൽ തന്നെ കിട്ടി. നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരു കൊണ്ട് എല്ലാവരും ജ്യൂസും എന്താ പറയുക ഷേക്കും ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഹൽവയും ഒരു റെസിപ്പി ആയിട്ടൊന്ന് ചെയ്ത് നോക്കും. ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ തന്നെയായിരുന്നു ഇത്. താങ്ക് യു.